ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാർ അതായത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ ഉള്ള ഇന്ത്യ ഒപ്റ്റൽ ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ITI വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, ഇനി നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് ചെയ്തവരാണെങ്കിൽ അപ്രൻറ്റീഷിപ്പ് വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. രണ്ട് രീതിയിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമാകുന്ന ഒരു വീഡിയോ ആണ്. ഇതിലേക്ക് എക്സാമോ കാര്യങ്ങളില്ല, അപേക്ഷ ഫീസ് ഇല്ല. അപ്പോൾ എങ്ങനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, പിന്നെ എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമാകുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതോടൊപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ കയറി റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. മെമ്പർഷിപ്പ് എടുത്താൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസൊക്കെ നമ്മൾ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ BELൻ്റെ അതുപോലെ തന്നെ വിവിധ എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ BEL പ്രൊബേഷണറി എഞ്ചിനീയറിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സദേൺ റെയിൽവേയുമായി ബന്ധപ്പെട്ട അപ്രന്റീഷിപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വർക്ക് ഫ്രം ഹോം ജോബ്സ് അതുപോലെ തന്നെ വിവിധ വേക്കൻസിയുടെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ മെമ്പേഴ്സ് ഓൺലി ആയിട്ടും ചെയ്യുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കുറേ ഇവിടെ കാണാം. നിങ്ങൾക്ക് ഇന്ത്യ ഒപ്റ്റൽ ലിമിറ്റഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ്റർപ്രൈസസ് ആണ്, അണ്ടർ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് പെർമനൻറ്റ് വേക്കൻസി അല്ല, ഫിക്സ്ഡ് ടേം, അതായത് കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ്. 4 വർഷം വരെ നമുക്കിതിൽ തുടരാവുന്ന ഒരു അവസ്ഥയുണ്ട്. അത്യാവശ്യം എന്താണ് റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതാണ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ പ്രൊജക്ട് ടെക്നീഷ്യൻ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. പോസ്റ്റ് നെയിം വരുന്നത് പ്രൊജക്ട് ടെക്നീഷ്യൻ ആണ്. അതിൽ വിവിധ ട്രേഡുകൾ വിളിച്ചിട്ടുണ്ട്. ഫിറ്റർ ഇൻസ്ട്രുമെൻറ്റ് ഇതിൽ നിങ്ങൾക്ക് 61 വേക്കൻസിയാണ്. ദെൻ ഫിറ്റർ ഇലക്ട്രോണിക്സിൽ 49 വേക്കൻസി ഉണ്ട്. മെഷീനിസ്റ്റിൽ 7 വേക്കൻസി. ദെൻ ഒപ്റ്റിക്കൽ വർക്കർ നിങ്ങൾക്ക് 23 വേക്കൻസി ഉണ്ട്. ഇലക്ട്രോപ്ലേറ്ററിൽ 5 വേക്കൻസി. പിന്നെ പെയിൻറ്റർ 4 വേക്കൻസി. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ജനറൽ അൺറിസർവ്ഡ് വേക്കൻസി. എല്ലാ കാറ്റഗറിയിലും വേക്കൻസി ഉണ്ട്, എല്ലാ പോസ്റ്റിലും വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ജനറൽ വേക്കൻസിയിലേക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ റിസർവ്ഡ് വേക്കൻസി ഉണ്ടെങ്കിൽ അത് റിസർവ്ഡ് വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ PWD കാൻഡിഡേറ്റ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേക്കൻസികൾ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ളവർക്ക് അതിലേക്ക്. അതുപോലെ എക്സ് സർവീസ്മാനും നിശ്ചയമുള്ള വേക്കൻസികൾ ഉണ്ട് ഇതിൽ. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ്. പ്ലസ് എന്ത് വേണം, രണ്ടാമത് നമുക്ക് NTC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, നമുക്ക് രണ്ടാമത് വേണ്ടത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്. നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് അപ്ലൈ ചെയ്യാം. നാഷണൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് NAC. അപ്പോൾ ഇതിൽ NTC ഓർ NAC ആണ് വേണ്ടത്. 10ാം ക്ലാസ് പ്ലസ് NTC അല്ലെങ്കിൽ NAC. 10ാം ക്ലാസ് പ്ലസ് NTC ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് പ്ലസ് NAC ആണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏതൊക്കെ ട്രേഡ് കാര്യങ്ങളൊന്നും നോക്കാം. നമുക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഫിറ്റർ ഇൻസ്ട്രുമെൻറ്റിലേക്ക് നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്ക് അല്ലെങ്കിൽ അഡ്വാൻസ് മെക്കാനിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഇതിലേതെങ്കിലും നിങ്ങൾ ITI കഴിഞ്ഞവർ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ നാഷണൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനടുത്ത് പ്രൊജക്ട് ടെക്നീഷ്യൻ ആണ്. ഫിറ്റർ ഇലക്ട്രോണിക്സ്, ഇതിൽ ഈ പറയുന്ന ഇലക്ട്രോണിക്സ് മെക്കാനിക് മെക്കാനിക് ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ്, മെക്കാനിക് എംബഡഡ് സിസ്റ്റം ആൻഡ് PLC, ദെൻ മെക്കാനിക് പവർ ഇലക്ട്രോണിക്സ്, ഇൻവെർട്ടർ, UPS ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡ്രൈവ്സ് ആണ്. പിന്നെ പ്രൊജക്ട് ടെക്നീഷ്യൻ മെഷീനിസ്റ്റ്, ദെൻ ഒപ്റ്റിക്കൽ വർക്കർ, ഇലക്ട്രോപ്ലേറ്ററിൽ NSC or NTC ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പെയിൻറ്റർ ജനറൽ NSC or NTC അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇതിലേതെങ്കിലും ഒരു NSC or NTC നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ട്രേഡിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ എക്സ് സർവീസ്മാനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങളുടെ ക്ലാസ് 3ക്ക് ഇക്വലൻ്റ് ആയിട്ട് NAC ഉണ്ട്, നമ്മുടെ ഇക്വലൻസി അതിന് ഇക്വലൻ്റ് ആണെന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, മീൻസ് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല ക്ലാസ് 2 and 1 അത് വെച്ചിട്ടും NTCക്ക് ഇക്വലൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് NAC NTC ഇല്ലാതെ അതിന് പകരമായിട്ട് ഡിഗ്രിയോ ഡിപ്ലോമയോ ഒന്നും വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. NAC or NTC ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിൽ കേട്ടോ. പക്ഷേ NAC അല്ലെങ്കിൽ NTC ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതില്ലാതെ നിങ്ങൾക്ക് എന്താണ് മറ്റ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ട് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, NAC or NTC പ്ലസ് ഡിപ്ലോമ ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഏജ് ലിമിറ്റ് ആണ്, മിനിമം 18 വയസ്സായിരിക്കണം, മാക്സിമം 32 വയസ്സിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. SC/ST ആണെങ്കിൽ 5 വർഷം, OBCക്ക് 3, എക്സ് സർവീസ്മാനും അതുപോലെ PWD കാൻഡിഡേറ്റ്സിനൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. PW ആണെങ്കിൽ 10 മുതൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടാകും. എക്സ് സർവീസ്മാൻ അവരുടെ മിലിറ്ററി സർവീസ് പ്ലസ് 3 year ആണ് ഉണ്ടായിരിക്കുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് എക്സ് ട്രേഡ് അപ്രൻറ്റീസ്, അതായത് ഓർഡൻസ് ഫാക്ടറിയിൽ അപ്രൻറ്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് ആ പീരീഡ് ഓഫ് ടൈം, ആ ഡ്യൂറേഷൻ എന്താണ് ഏജ് റിലാക്സേഷൻ കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിലേക്ക് 32 വേണ്ടത് ഏജ് ലിമിറ്റ് മാക്സിമം. അപ്പോൾ എനിക്ക് എന്താണ് 33 ആയെന്ന് വിചാരിക്കുക. ഓക്കെ, 33 ആണ് ഏജ്. ഞാനെന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ഓർഡൻസ് ഫാക്ടറിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്,
അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു വർഷത്തെ അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആണെങ്കിൽ എനിക്ക് എന്താണ് ഈ പറയുന്ന റിലാക്സേഷൻ കിട്ടും. ഒരു വർഷം ഇതൊന്ന് മൈനസ് ചെയ്ത് ആ 32 കണക്കാക്കാം. അതായത് നമുക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതായത് എത്ര വർഷമാണോ നമ്മൾ ഈ പറയുന്ന അപ്രൻറ്റീഷിപ്പ് ചെയ്തത്, ഒരു വർഷം ഡ്യൂറേഷനുള്ള അപ്രൻറ്റീഷിപ്പ് ആണെങ്കിൽ 1 വയസ്സ് ഇളവുണ്ടാവും. 2 വർഷം ഡ്യൂറേഷനുള്ള അപ്രൻറ്റീഷിപ്പാണ് നമ്മൾ ഓർഡിനൻസ് ഫാക്ടറിങ് ചെയ്താണെങ്കിൽ 2 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും കേട്ടോ. ഓക്കെ, പിന്നെ ഇതിലേക്ക് കണ്ടോ യാതൊരുവിധ എക്സ്പീരിയൻസ് ആവശ്യമില്ല, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അതോടൊപ്പം തന്നെ ഇതിൻ്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് കൂടെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 20,000 പ്ലസ് എനിക്ക് ഇൻഡസ്ട്രിയൽ DAയും അതുപോലെ HR ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു എമൗണ്ട് ഉണ്ടാവും. പിന്നെ അതോടൊപ്പം തന്നെ എൻഗേജ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് ഇനിഷ്യലി 1 ഇയർ ആണ്. പിന്നെ അത് മാക്സിമം വീണ്ടും 3 വർഷം കൂട്ടിയിട്ട് അങ്ങനെ 4 വർഷം വരെ എന്ത് ചെയ്യും, ഇത് നമുക്ക് തുടരാനുള്ള അവസ്ഥയുണ്ട്. പിന്നെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ഈ നിലവിലിപ്പം OLF ഡെറാഡൂണിലേക്കാണ് വേക്കൻസി. പിന്നെ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, അത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപേക്ഷാ ഫീസ് ഒന്നുമില്ല, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓഫ്ലൈനായിട്ട് പോസ്റ്റലായിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് ഉൾക്കൊള്ളിച്ചിട്ട് പറയാം. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറാണ്. ഇതിലേക്ക് യാതൊരുവിധ എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. ഇതിലേക്ക് ട്രേഡ് ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. ആ ട്രേഡ് ടെസ്റ്റിന് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ആകുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ 10ാം ക്ലാസ്സിലെയും അതുപോലെ ITയുടെ മാർക്കൊക്കെ നോക്കും. ഓക്കെ, 10ാം ക്ലാസ്സിൻ്റെ നോക്കുക, NTC അല്ലെങ്കിൽ NIC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമുക്ക് ITൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അപ്രൻറ്റീഷിപ്പിൻ്റെ മാർക്ക് നോക്കും. ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, അവർ ട്രേഡ് ടെസ്റ്റിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ട്രേഡ് ടെസ്റ്റിന് ഭയങ്കര മാർക്ക് വാങ്ങണമെന്നില്ല, ജസ്റ്റ് ക്വാളിഫൈ ചെയ്യേണ്ടതേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്വാളിഫൈ ചെയ്താൽ മതി. നിശ്ചയ കട്ട് ഓഫ് ഉണ്ടാവും, അതിൽ ക്വാളിഫൈ ചെയ്ത് കാണിച്ചാൽ മതി. അല്ല കൂടുതൽ പെർഫോമൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ IT അല്ലെങ്കിൽ നമ്മുടെ NIC നാഷണൽ അപ്രൻറ്റീഷിപ്സിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്കോറിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യും, ഇനീഷ്യലി ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ആ ഒരു ഫൈനൽ സെലക്ഷൻ തന്നെ വരുന്നത്. പിന്നെ നമ്മുടെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ജസ്റ്റ് ട്രേഡ് ടെസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളിലേക്കാണ് വരുന്നത്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് നോട്ടിഫിക്കേഷൻ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നിട്ട് 21 ദിവസം കഴിഞ്ഞിട്ട് എന്നുള്ളതാണ് ലാസ്റ്റ് ഡേറ്റ്. 21 ദിവസമാണ്. ഏകദേശം നമ്മൾ കണക്കാകുമ്പോൾ ഒരു ഡിസംബർ 31 ഒക്കെ നമുക്ക് കണക്കാക്കാം. അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ മാക്സിമം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ ഞാൻ ഏകദേശം ഒരു റൗണ്ട് ചെയ്തിട്ട് ഇതിൽ 21 ഡേയ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ലാസ്റ്റ് ഡേറ്റ് അവർ പറയില്ല. അപ്പോൾ ഞാൻ ഡിസംബർ 31 എന്നുള്ളത് ഒരു ആവറേജ് ഒരു ഏകദേശം ഇട്ടതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇതിലേക്ക് യാതൊരുവിധ ഫീസോ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട കേട്ടോ. ഇവിടെ കാണാൻ നിങ്ങൾക്ക് താഴെ വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ്, നോട്ടിഫിക്കേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഫോമിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത സമയത്ത് ഇത് ഓപ്പൺ ആയി വരും. ഓപ്പൺ ആയി വരുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ, നിങ്ങളിവിടെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരിക. അത് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഈ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇവിടെ പേജ് നമ്പർ ഇത് അവിടെ കാണാൻ പറ്റും. ഒരു 12 ഒക്കെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ അപേക്ഷാ ഫോമിൻ്റെ മാതൃകയുണ്ട്. ഈ അപേക്ഷാ ഫോം നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എടുക്കണം. ഓക്കെ, 2 പേജ്. ഓക്കെ, 2 അല്ല, ടോട്ടൽ നമുക്ക് 4 പേജ് വരുന്നുണ്ട്. 4 പേജ് ഉണ്ട് അപേക്ഷാ ഫോം. ഈ അപേക്ഷാ ഫോം 4 പേജ് നിങ്ങൾ എന്ത് ചെയ്യണം, നീറ്റായിട്ട് പ്രിൻ്റ് എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഫില്ല് ചെയ്യണം. ബ്ലോക്ക് ലെറ്ററിലാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഫില്ല് ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് ഞാൻ ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിക്കുക. അപ്പോൾ ഇവിടെ ഒന്നും നമ്മൾ ചെയ്യേണ്ട എല്ലാം ഇവിടെ റീസെൻ്റ് ആയിട്ട് പാസ്പോർട്ടിൽ ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുക, നമ്മൾ ക്രോസ് ആയിട്ട് സെൽഫ് ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സൈൻ ചെയ്യുക നമ്മളിതിൽ. എന്നിട്ട് ഏത് പോസ്റ്റാണ് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ പ്രൊജക്റ്റ് ടെക്നീഷ്യൻ ഏതാണ്, ഫിറ്റർ ആണെങ്കിൽ ഫിറ്റർ ഏതാ വെച്ചാൽ അത് ഇവിടെ എഴുതി കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ ബ്ലോക്ക് ലെറ്റർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ഇവിടെയൊക്കെ നിങ്ങൾ ബ്ലോക്ക് ലെറ്ററിൽ തന്നെ ഫില്ല് ചെയ്യാം കേട്ടോ. കേഴ്സീവ് ആയിട്ടുള്ള രീതിയിലൊന്നും ഫില്ല് ചെയ്യാൻ പാടില്ല. പിന്നെ അത് നിങ്ങളുടെ പേര്, ഫാദറിൻ്റെ പേര്, ഇതൊക്കെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ഒന്നും വലിയ കോംപ്ലിക്കേഷൻ ഇല്ല. ഏജൊക്കെ ഇയറിലും മന്തിലൊക്കെ ഇവിടെ കൊടുക്കുക. പിന്നെ SC/ST അത് കാറ്റഗറി ഒക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യുക. അതുപോലെ എക്സ് സർവീസ്മാൻ ഒക്കെ ആണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങളിവിടെ നോ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ യെസ് ഓർ നോ എന്നുള്ള ആ രീതിയിലാണ് നിങ്ങൾ ഇതൊക്കെ ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളിവിടെ നോ എന്ന് കൊടുക്കാം. പിന്നെ NIC NTC അല്ലെങ്കിൽ ബോത്ത് ഹോൾഡേഴ്സ് എന്ന് ഇവിടെ പറയുന്നത്, അതായത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് NIC മാത്രമാണോ NTC മാത്രമാണോ അല്ലെങ്കിൽ 2 സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ NIC മാത്രമാണെങ്കിൽ നിങ്ങളിവിടെ NIC എഴുതി കൊടുക്കുക. ഇനി NTC മാത്രമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, NTC മാത്രം എഴുതി കൊടുക്കുക. അതല്ല നിങ്ങൾക്ക് രണ്ടും നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അതായത് ITയും ചെയ്തിട്ടുണ്ട്, അതായത് ട്രേഡ് സർട്ടിഫിക്കറ്റും ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് അപ്രന്റീഷിപ്പ് ഉണ്ട് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ബോത്ത് എന്ന് എഴുതി കൊടുക്കുക കേട്ടോ. ബോത്ത് എന്ന് എഴുതി കൊടുത്താൽ മതി. രണ്ടും ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല, ബോത്ത് എന്ന് എഴുതി കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വീണ്ടും ഇവിടെ എടുത്ത് എഴുതണം. ഏതാണ് NIC ആണോ NTC ആണോ, ഈ രണ്ടും ഉണ്ട്, രണ്ടും ഇവിടെ എടുത്ത് എഴുതാം. ഇനി അതുപോലെ തന്നെ ട്രേഡ്, നിങ്ങൾക്ക് ഏത് ട്രേഡിലാണ് നിങ്ങൾ കഴിഞ്ഞ് വെച്ചാൽ ട്രേഡ് ഇവിടെ കൊടുക്കാം. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. പ്രസൻറ്റ് നിങ്ങൾ നിലവിൽ എംപ്ലോയി ആണോ എന്നാണ് ചോദിക്കുന്നത്. നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളിവിടെ നോ കൊടുക്കാം. ഇനി യെസ് എന്ന് കൊടുത്താൽ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ 17 കേട്ടോ. ഓക്കെ, നിങ്ങളിവിടെ 16 ഇവിടെ യെസ് എന്ന് കൊടുത്താൽ 17 അതിനനുസരിച്ച് ഫില്ല് ചെയ്യണം. ഏതാണ് എംപ്ലോയർ, അതായത് കമ്പനിയുടെ പേര്,
പിന്നെ അതുപോലെ തന്നെ അത് ഗവൺമെൻറ് ആണോ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണോ, പ്രൈവറ്റ് ആണോ, അതിലേതാശം അവിടെ അത് എഴുതാം. ഇതൊക്കെ നിങ്ങളിവിടെ 16 യെസ് എന്ന് കൊടുത്താൽ മാത്രം മതി. ഇവിടെ നോ കൊടുത്താൽ അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നിലവിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അനുസരിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ 19ാമത് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ദ റിട്ടയർമെൻറ്റ് ഒരു സെപ്പറേഷൻ ഫ്രം ലാസ്റ്റ് എംപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അവസാനം വർക്ക് ചെയ്ത കമ്പനി ഉണ്ടാവുമല്ലോ, നമ്മളിപ്പം നിലവിലല്ല, നിങ്ങൾ വർക്ക് ചെയ്ത് ഉണ്ടായിരുന്ന കമ്പനീൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ കേട്ടോ, ആ ഡേറ്റ് കൊടുക്കുക. നിങ്ങൾ എന്നാണ് റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഇറങ്ങിയത് വെച്ചാൽ ഡേറ്റ് കൊടുക്കുക. പിന്നെ ആ കമ്പനിയുടെ പേര്, അതുപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന പബ്ലിക് ആണോ, അതായത് സെൻട്രൽ പബ്ലിക് സെക്ടർ ആണോ, സ്റ്റേറ്റ് പബ്ലിക് സെക്ടർ ആണോ, ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. പ്രൈവറ്റ് ആണോ പ്രൈവറ്റ് എന്ന് എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ CPSE ആണ് CPSE, CPSE ആണ് സെൻട്രൽ പബ്ലിക് സെക്ടർ, സ്റ്റേറ്റ് മറ്റത് SPSE എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് പബ്ലിക് സെക്ടർ. ഓക്കെ, ഏകദേശം നിങ്ങൾ കൊടുക്കുക. അത് നിർബന്ധമില്ല, ഇതൊക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അവിടെ ഏത് പോസ്റ്റ് ഏതായിരുന്നു അതിൻ്റെ പേ സ്കെയിൽ കാര്യങ്ങളും കൊടുക്കുക. ഇപ്പോൾ ടെക്നീഷ്യൻ ആണ്, ടെക്നീഷ്യൻ പേ സ്കെയിൽ എത്രയായിരുന്നു എന്ന് വെച്ചാൽ അത് IDA അല്ലെങ്കിൽ CDA അതായത് പേ സ്കെയിൽ അനുസരിച്ച് കൊടുക്കുക. ഇനി ഇവിടെ പ്രസൻറ്റ് അഡ്രസ്സ് ആണ്. അപ്പോൾ പ്രസൻറ്റ് അഡ്രസ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. ഇവിടെ നോട്ട് അപ്ലിക്കബിൾ എന്ന് ഇട്ടാലും മതി, NA എന്ന് ഇട്ടാലും മതി കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് 20ാമത്തെ വരുന്നത് നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്. ഓക്കെ, അത് തന്നെയാണ് പെർമനൻറ്റ് അഡ്രസ്സെങ്കിൽ അതും അതുപോലെ തന്നെ കൊടുക്കാം. പിന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ദെൻ ആധാർ നമ്പർ, പാൻ നമ്പർ, ഇതൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ 2 പെർമനൻറ്റ് വിസിബിൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നമ്മുടെ ശരീരത്തിൽ അണ്ടറിനോട് മാർക്ക് നിങ്ങൾ എഴുതി കൊടുക്കാം. പിന്നെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങളുടെ എന്താണ് ജസ്റ്റ് ഇവിടെ പറയുന്നുണ്ട് സ്റ്റാർട്ടിങ് ഫ്രം ക്ലാസ് 10th ഓൺവാർഡ്സ്. അപ്പോൾ ആദ്യം SSLCൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം, പിന്നെ +2, പിന്നെ IT ഉണ്ടെങ്കിൽ IT, അങ്ങനെ എന്താ വെച്ചാൽ അതിനനുസരിച്ച് ഓർഡറിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു എന്താണ് ടേബിൾ മതിയാവില്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു എന്ത് ചെയ്യാണ് ഷീറ്റും പാടെ നിങ്ങൾക്ക് എടുത്തിട്ട് A4 പാടെ എടുത്തിട്ട് അതിൽ വരച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ അടുത്തത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇതിൽ വളരെ സിമ്പിളാണ്, കാര്യങ്ങളൊക്കെ അനുസരിച്ച് കൊടുക്കാം. പിന്നെ NICയുടെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള കോളുണ്ട്, അപ്രൻറ്റീസ്ഷിപ്പ് ഇത് ഉണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ അതുപോലെ എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾ അങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുക, അല്ലെങ്കിൽ ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. പിന്നെ ഇവിടെ 30ാമത്തെ നിങ്ങൾ എന്തെങ്കിലും ഫില്ല് ചെയ്യുക, അതായത് നിങ്ങളുടെ സ്യൂട്ടബിലിറ്റി, ഈ ഒരു പോസ്റ്റിലേക്ക് എന്തുകൊണ്ടാണ് നമ്മൾ യോഗ്യനാണ് എന്നുള്ളത് നമുക്ക് 2-3 വാക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കില്ല് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ എഴുതാവുന്നതാണ്. ഇനി 39ാമത് ചെക്ക് ലിസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് സെൽഫ് അറ്റസ്റ്റഡ് ആയുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെക്കണം. അപ്പോൾ അതിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് വേണ്ടിയിട്ട് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വെക്കാം. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ അതായത് 10th അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും കേട്ടോ, എല്ലാ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ഷീറ്റുകളും വേണം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അതൊക്കെ ഉള്ളതിനനുസരിച്ച് യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളിവിടെ നോ കൊടുക്കാം. അതുപോലെ SC ST OBC ഇതൊക്കെ സെൻട്രൽ പർപ്പസിന് തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ഉണ്ടെങ്കിൽ അത് റിസർവേഷൻ കിട്ടണമെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോ കൊടുക്കാം. എക്സ് സർവീസ്മെൻ്റ് ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളിവിടെ നോ കൊടുക്കാം. ഇനി 7ാമത്തെ ചോദിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇവിടെ ഇപ്പം 1 മുതൽ 6 വരെ നമ്മളിതിൽ വെച്ച സർട്ടിഫിക്കറ്റ് എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളിവിടെ യെസ് എന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ കാര്യങ്ങൾ വരിക. പിന്നെ ഡിക്ലറേഷനാണ്, ഇവിടെ നിങ്ങളുടെ പേര് ഡിക്ലറേഷൻ ഇത് വായിക്കുക, ഡേറ്റ്, പ്ലേസ്, സിഗ്നേച്ചർ ഇത് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പോസ്റ്റലായിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത്. എങ്ങനെയാണ് അയച്ചു കൊടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസിലേക്ക് വരാം. നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് ഇതാ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ പോസ്റ്റലായിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അതായത് ഇതിൻ്റെ നമ്മൾ പറഞ്ഞ രീതിയിൽ അപേക്ഷാ ഫോം എടുക്കുക, അത് പ്രിൻ്റ് എടുക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബ്ലോക്ക് ലെറ്ററിൽ അത് ഫില്ല് ചെയ്യുക, എന്നിട്ട് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുക. പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ട ആ ഒരു അഡ്രസ്സ് ഇതാണ്, ദ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിൻകോഡ് 248008 എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണ് പോസ്റ്റലായിട്ട് സ്പീഡ് പോസ്റ്റ് ഒക്കെ അയച്ചു കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്ന എൻവലപ്പില്ല, പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ നിങ്ങൾ ഈ വാചകം എഴുതാൻ മറക്കരുത്. ഞാൻ വേറെ കളറിലൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് പ്രൊജക്ട് ടെക്നീഷ്യൻ ഫിറ്റർ എന്ന് എഴുതാം. എന്നിട്ട് നിങ്ങൾ ഓൺ ഫിക്സ്ഡ് ടേം കോൺട്രാക്ട് ബേസിസ് എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, അത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ നിങ്ങൾ എഴുതാം. ഈ വാചകം എഴുതാൻ മറക്കരുത്. നമ്മളെ പോസ്റ്റൽ കവറില്ലേ, അഡ്രസ്സ് ചെയ്തുന്ന ആ ഒരു നമ്മളെ എൻവലപ്പിൽ നീട്ടി അങ്ങോട്ട് എഴുതി കൊടുക്കുക നിങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി നിങ്ങൾ ഇതിൻ്റെ കൂടെ വെക്കണം, നമ്മുടെ അപേക്ഷാ ഫോമിൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാനും ഒക്കെ താല്പര്യം എടുക്കാവുന്നതാണ്. താങ്ക്